ഹായ്. കുറച്ച് ദിവസമായി വിചാരിക്കണു എൻ്റെ കയ്യിലുള്ള കുപ്പിവളകളുടെ കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കണമെന്ന്. കുപ്പിവളകൾ കുപ്പിവളകളും മുല്ലപ്പൂവും എത്ര വെച്ചാലും മതി, എത്ര ഇട്ടാലും വളകൾ എത്ര ഇട്ടാലും മതിയാവില്ല, മുല്ലപ്പൂ എത്ര വെച്ചാലും മതിയാവില്ല. അങ്ങനെ ഒരു സ്വഭാവം. ചെറിയ കുട്ടിയാകുമ്പോഴേ അന്നൊന്നും വളകൾ അങ്ങനെ ഫാൻസി കടകളൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്കൊക്കെ വീടിൻ്റെ മുന്നിൽ കൂടെ ഈ വളച്ചട്ടികൾ വരും, വളച്ചട്ടിച്ചികൾ. അപ്പോൾ അവർ വന്നിട്ട് വലിയ ഹാർഡ് ബോർഡിൻ്റെ പെട്ടിക്കകത്ത് വള, കൺമഷി, ചാന്ത്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ഈ വളച്ചട്ടികൾ വരുമ്പോഴേക്കും അമ്മയോട് വാശി പിടിക്കും വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പാകത്തിനുള്ള വളയൊന്നും അല്ല ഞാനൊന്ന് വാങ്ങിയിട്ടിടുക. എന്താന്ന് വെച്ചാൽ വലിയ വള വാങ്ങിയിടും, പാകമുള്ളതിനേക്കാളും വലിയ വള വാങ്ങിയിടും. അപ്പം ഈ കുപ്പിവളയാവുമ്പോൾ എന്താന്ന് വെച്ചാൽ കിലുങ്ങാൻ വേണ്ടിയിട്ട്, നല്ല ടൈറ്റായിട്ടുള്ള വള ഇട്ട് കഴിഞ്ഞാൽ കിലുങ്ങില്ലല്ലോ. അപ്പം ഇതിങ്ങനെ കിലുക്കി നടക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് വലിയ വളകൾ വാങ്ങിയിടും, പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. ഒരുപാട് വളയുടെ കളക്ഷൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മുമ്പ്, കുറച്ച് കൊല്ലം മുന്നേ. പിന്നെ അതെല്ലാം ഞാൻ ഒരു സന്ദർഭത്തിൽ ഞാൻ വളകൾ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ സഹായത്തിന് നിന്നിരുന്ന സ്ത്രീ, അവർക്ക് പെൺകുട്ടികളായിരുന്നു. അപ്പോൾ വലിയൊരു ബോക്സിനകത്ത് നിറയെ ഉണ്ടായിരുന്നു കുപ്പിവളകൾ. അപ്പം അതൊക്കെ അവർക്ക് കൊടുത്തു, ബോക്സോടെ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഇടണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പിന്നെയും കാണുമ്പോൾ നമ്മളറിയാതെ അത് ഒന്നിട്ട് നോക്കും, പിന്നെ ഒന്ന് വാങ്ങും. അങ്ങനെ വാങ്ങി വാങ്ങി ഒരു സ്റ്റാൻഡ് നിറയുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് നിറഞ്ഞിട്ട് പിന്നെ വേറൊരു ബോക്സിനകത്താക്കി വെച്ചതാ. ഇനിയിപ്പോൾ വേറെ സ്റ്റാൻഡ് വാങ്ങിക്കണം വള ഇടണമെങ്കിൽ. നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഇത്രയും വളകൾ? ഇതിൻ്റെ രണ്ട് സൈഡും ഉണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സ്റ്റാൻഡാണ്, ആമസോണിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ട് സൈഡും നിറഞ്ഞു. ഇനി ഇടണമെങ്കിൽ വേറെ സ്റ്റാൻഡ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇതിലും വലിയൊരു ബോക്സ്. ഈ രണ്ട് സ്റ്റാൻഡ് നിറഞ്ഞതിന് ശേഷം പിന്നെയും വാങ്ങിയ വളയാണിത്. അപ്പം ഞങ്ങളുടെ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പം നമ്മുടെ ഇടയ്ക്ക് ഒരു മീറ്റ് ഉണ്ടാവും ചില കൊല്ലം. ഇപ്പോൾ 3ാമത്തെ മീറ്റാണ്. ഒരു വർഷം നിങ്ങൾ ഗെറ്റ് ടുഗദർ വയ്ക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത വർഷം ഞങ്ങളൊരു ട്രിപ്പ് പോകും, വൺ ഡേ ട്രിപ്പ് പോകും. അപ്പോൾ ഇത്തവണയും നമ്മൾ ഗെറ്റ് ടുഗദറാണ്. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, പ്രോഗ്രാമിൻ്റെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത് വളക്കിലൊക്കെ എന്നാണ് ഇട്ടിട്ടുള്ളത്. വളക്കിലൊക്കത്തിൻ്റെ 3ാമത്തെ കൂടിച്ചേരലാണ് ഇനി വരാൻ പോകുന്നത് ഓഗസ്റ്റിൽ. അപ്പോൾ ഞങ്ങൾ കുറേ വളകൾ വാങ്ങിക്കും. വളകൾ വാങ്ങിച്ചിട്ട് അത് പല വലിപ്പത്തിനും പല കളറിലും പല ഡിസൈനിലുള്ള വളകൾ വാങ്ങിക്കും. കാരണം എന്നിട്ട് അതെല്ലാം വലിയൊരു ബോക്സിനകത്താക്കി നിരത്തി വെക്കും. അപ്പോൾ ഈ ഗെറ്റ് ടുഗദറിന് വരുന്ന കൂടെ പഠിച്ചവരെല്ലാവരും ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും അവനവന് പാകമുള്ളത് നോക്കിയിട്ട് എടുത്ത് വളയിടാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ വളകൾ വാങ്ങിക്കും. 1000-2000 രൂപയ്ക്കൊക്കെ കുപ്പിവളകൾ വാങ്ങിക്കും. പക്ഷേ പരിപാടി കഴിയുമ്പോഴേക്കും ഒരൊറ്റ വള പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അന്നേരം കാണുമ്പോൾ ഞാനും വാങ്ങിക്കും. അപ്പോൾ അതിന് വാങ്ങിച്ച കൂട്ടത്തിൽ പിന്നെയും വാങ്ങിച്ചതാണിത്, വളകൾ. സ്വർണ്ണവളയോടൊന്നും ഇത്ര കേസില്ല, കുപ്പിവളയോടാണ്. നല്ല ഭംഗിയുള്ള വളകൾ. ഒരു പ്രാവശ്യം വാങ്ങിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഡിസൈനല്ല, പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഡിസൈൻ മാറിക്കൊണ്ടേയിരിക്കുക. നല്ല നല്ല ഡിസൈൻസും വളകൾ. സാരിയെ കൊടുക്കുമ്പോൾ നിറയെ വളയിടണം, അതാണൊരു ഭംഗി കാണാൻ. പിന്നെ ഒരു കയ്യിൽ വാച്ച് ഉള്ളത് കൊണ്ട് ഒരു കയ്യിലേ വളയിടുള്ളൂ, അല്ലെങ്കിൽ രണ്ട് കൈ നിറയിടും. പക്ഷേ നമ്മുടെ വളകിലുക്കം പ്രോഗ്രാമിന് വാച്ച് ഒഴിവാക്കിയിട്ട് രണ്ട് കൈ നിറയെ വളയിടും. അപ്പോൾ അതാണ് എൻ്റെ വളയുടെ കളക്ഷൻ കാണിച്ചു തരണമെന്ന് വിചാരിച്ചത്. എൻ്റെ മോളുടെ
കുപ്പിവള ഭ്രാന്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ഒരു ട്രെൻഡ് വരും, കുപ്പിവളയുടെ ട്രെൻഡ് വരും, പോവും, വന്നാലും പോയാലും ഏതായാലും എനിക്കെന്നും കുപ്പിവള ട്രെൻഡാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ട്രെൻഡിന്റെ പുറകെ പോണ ആളല്ല. ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് ഏത് കാലത്താണെങ്കിലും അത് ചെയ്യും. അങ്ങനെ ഇന്ന് അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ.